ഇന്നത്തെ ധ്യാനത്തിൽ ഒത്തിരിയേറെ പുതിയ ആശയങ്ങളായിരുന്നു കിട്ടിയത്. ഒന്നാമതായിട്ട് നമ്മൾ 10 കൽപ്പനയുടെ ആൾക്കാരല്ല, അത് യഹൂദർക്കുള്ളതായിരുന്നു. നമ്മളിപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളുടെ ആൾക്കാരാണ് എന്നുള്ളത് വളരെ പ്രചോദനാത്മകമായ ഒന്നായിരുന്നു. അപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മുടെ 10 കൽപ്പനകളുടെ സ്ഥാനത്ത് നമുക്ക് ധ്യാനിക്കാനുള്ളതും. അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരത്തിൻ്റെ പ്രധാന വിഷയം സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മളെങ്ങനെ പാലിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ക്ഷമിക്കുക, വെറുപ്പും വിദ്വേഷമൊന്നുമില്ലാതെ ഇരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതായിരിക്കണം നമ്മുടെ കുമ്പസാരത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ള ആശയം വളരെയേറെ എന്നെ പ്രചോദിപ്പിച്ചു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൈവനീതി ഒത്തിരിയേറെ പുതുമയായിട്ട് തോന്നി. കാരണം ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, നമ്മളത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതുമൂലം തീർച്ചയായിട്ടും എല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ആ ഉറപ്പ് ഒത്തിരി ആശ്വാസം നൽകി. ഇനി കഷ്ടപ്പെടുമൊന്നും വേണ്ടല്ലോ, തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പം നമ്മുടെ തെറ്റുകളെക്കുറിച്ചൊന്നുമുള്ള വലിയ കുറ്റബോധവും നമുക്ക് വേണ്ട. ദൈവനീതിയെക്കുറിച്ച് ഇപ്പോൾ ഇത്ര നാളും ദൈവനീതിയെക്കുറിച്ച് നമ്മൾ ബൈബിളിലൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമെങ്കിലും അതൊന്നും നമ്മുടെ ഉള്ളിൽ സ്പർശിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ഒത്തിരിയേറെ പുതുമ നമുക്ക് നൽകി. ഇപ്പോൾ പഴയ നിയമം ക്രിസ്തുവിൻ്റെ വരവോടുകൂടി പൂർണ്ണതയിലെത്തി. അതിനകത്തുള്ള അപൂർണതകളെല്ലാം ക്രിസ്തു പൂർണ്ണമാക്കി എന്നുള്ള ഒരു ആശയം. അതുപോലെ തന്നെ അതിൽ ഉപരിയായിട്ട് ടച്ച് ചെയ്താണ് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥനകൾക്ക് വേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ ദാരിദ്ര്യ അനുഭവം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത്. അത് വ്യക്തിപരമായി ആയിരിക്കണം. നമുക്ക് സമൂഹപരമായിട്ട് ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവില്ല, പക്ഷേ വ്യക്തിപരമായി നമ്മൾ ദാരിദ്ര്യ അരൂപി ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് അടുത്തൊരു വലിയ പ്രാക്ടിക്കൽ പോയിൻ്റ് തോന്നിയത്, നമ്മുടെ സമൂഹത്തിലെ ക്രമക്കേടുകൾ കണ്ടാൽ നമ്മൾ ടെൻഷനൊന്നും പിടിക്കണ്ട, അതൊന്നും ഞാൻ തിരുത്തിയെങ്കിലേ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട, പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ആശയം വളരെ ഇഷ്ടപ്പെട്ടു. പോയി പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ഇവിടെ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, കാണുമ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവ് തന്നെ അത് ക്രമപ്പെടുത്തിക്കൊള്ളും. വീണ്ടും ഭൗമികമായ കാര്യങ്ങൾ നമ്മൾ ഉച്ഛിഷ്ടമായി കരുതുക. അത് നമ്മൾ ഒത്തിരിയേറെ വായിച്ചിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും അതൊരു പ്രാവർത്തികമായിട്ട് വരുവാനായിട്ട് ഇപ്പം നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല, അസൂയ ഉണ്ടാവില്ല. വേറൊരാൾക്കത് കിട്ടി എന്നൊക്കെയുള്ള ഇത്രയും കാര്യങ്ങളാണ് എന്നെ സ്പർശിച്ചത്. താങ്ക് യു.